ഇങ്ങോട്ടടിച്ചാൽ അങ്ങോട്ട് രണ്ടെണ്ണം കൊടുക്കാനുള്ള ധൈര്യമൊക്കെ ഇന്ന് കോൺഗ്രസിനുണ്ട്. ആ അടി ബി.ജെ.പിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞു വരുന്നത്, ലോക്സഭയിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിനെതിരെ രംഗത്തുവന്ന ബി.ജെ.പിയെ അതേ നാണയത്തിൽ പ്രതിരോധിക്കാനുള്ള കോൺഗ്രസിന്റെ തീരുമാനത്തെക്കുറിച്ചാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിമാരും സഭയിൽ നടത്തിയ തെറ്റായ പ്രസ്താവനകൾ ചോദ്യം ചെയ്താണ് കോൺഗ്രസിന്റെ ഈ നീക്കം. ഇതിനായി സ്പീക്കർ ഓം ബിർളയ്ക്ക് മുൻപാകെ പാർട്ടി നോട്ടീസ് നൽകി. ഭരണപക്ഷത്തെയും പ്രധാനമന്ത്രിയെയും പിടിച്ചുകുലുക്കിയ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ നിന്ന് പല ഭാഗങ്ങളും നീക്കണമെന്നാവശ്യപ്പെട്ട് ബി.ജെ.പി സ്പീക്കർക്ക് പരാതി നൽകിയിരുന്നു. വിവരങ്ങളിലെ അവ്യക്തതയും കൃത്യതയില്ലായ്മയുമാണ് കാരണമായി ചൂണ്ടിക്കാട്ടിയിരുന്നത്. സഭയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ആരുടെ ശ്രമവും അനുവദിക്കില്ലെന്ന് ബി.ജെ.പി എം.പി ബാൻസുരി ഭരദ്വാജിന്റെ പരാതിയിൽ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതേ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി നരേന്ദ്രമോദിക്കും മന്ത്രി അനുരാഗ് ഠാക്കൂറിനുമെതിരെ കോൺഗ്രസ് എം.പി മാണിക്യം ഠാക്കൂർ പരാതി നൽകി. തെറ്റിദ്ധരിപ്പിക്കുന്നതോ കൃത്യതയില്ലാത്തതോ ആയ കാര്യങ്ങൾ സഭയിൽ പറഞ്ഞാൽ ഇക്കാര്യം സ്പീക്കറെ അറിയിച്ച് തിരുത്താനുള്ള അനുമതി ആവശ്യപ്പെടണമെന്ന് ചട്ടം 115/1 അനുശാസിക്കുന്നുണ്ടെന്ന് ഠാക്കൂർ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മന്ത്രി അനുരാഗ് ഠാക്കൂറും സഭയിൽ പറഞ്ഞ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ഈ ചട്ടപ്രകാരം തിരുത്തപ്പെടേണ്ടതുണ്ട്. ഇവർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. 2014 ബി.ജെ.പി അധികാരത്തിലെത്തും മുൻപ് രാജ്യത്തിന് സ്വന്തമായി യുദ്ധവിമാനമോ ആവശ്യത്തിന് ആയുധമോ ഉണ്ടായിരുന്നില്ലെന്ന ഠാക്കൂറിന്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് കോൺഗ്രസിന്റെ ആദ്യ പരാതി. 2000 തന്നെ നമുക്ക് മിറാഷ്, Su-30, MiG-29, ജാഗ്വർ യുദ്ധവിമാനങ്ങളുണ്ട്. ആണവ ബോംബും അഗ്നി, പൃഥ്വി, ആകാശ്, നാഗ്, ത്രിശൂൽ, ബ്രഹ്മോസ് തുടങ്ങിയ മിസൈലുകളുമുണ്ടെന്ന് മാണിക്യം ഠാക്കൂർ വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷം 25 കോടി ജനങ്ങളെ ദാരിദ്ര്യമുക്തമാക്കിയെന്ന സർക്കാർ അവകാശവാദത്തെയും അദ്ദേഹം ചോദ്യം ചെയ്തിരിക്കുകയാണ്. ഒറ്റയ്ക്ക് മത്സരിച്ച 16 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ വോട്ട് വിഹിതം കുറഞ്ഞു എന്ന പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെയും കോൺഗ്രസ് രംഗത്തു വന്നു. ഇത് വസ്തുതാവിരുദ്ധമാണ്. ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, കർണാടക, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ വോട്ട് വിഹിതം വർദ്ധിക്കുകയാണ് ചെയ്തതെന്നും മാണിക്യം ഠാക്കൂർ ചൂണ്ടിക്കാട്ടി. 18ാം ലോക്സഭയുടെ പ്രഥമ സമ്മേളനം അഭൂതപൂർവമായ ഭരണപക്ഷ പ്രതിപക്ഷ വാഗ്വാദത്തിനാണ് സാക്ഷിയായത്. 10 വർഷത്തിന് ശേഷം പ്രതിപക്ഷം ശക്തമായ സഭയിൽ തിരിച്ചെത്തിയത് സഭയ്ക്ക് ഉണർവ് പകർന്നിട്ടുണ്ട്. നന്ദിപ്രമേയ ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വാക്കുകൾ കൊണ്ട് കൊമ്പുകോർത്തതും ശ്രദ്ധേയമായി. ആരെയും ഭയക്കുന്നില്ലെന്നും ബി.ജെ.പി വെറുപ്പ് പ്രചരിപ്പിക്കുകയാണെന്നുമാണ് രാഹുൽ സഭയിൽ പ്രസംഗിച്ചത്. ന്യൂനപക്ഷങ്ങൾക്കു നേരെ രാജ്യത്തുടനീളം നടക്കുന്ന ആക്രമണങ്ങൾ, മണിപ്പൂർ, നീറ്റ്, കർഷക സമരം തുടങ്ങിയ വിഷയങ്ങളെല്ലാം രാഹുൽ സഭയിൽ ഉയർത്തി. രാഹുലിന്റെ പ്രസംഗത്തെ ബി.ജെ.പി അംഗങ്ങൾ പലകുറി തടസ്സപ്പെടുത്തിയതും ശ്രദ്ധിക്കപ്പെട്ടു. രാഹുലിന് കുട്ടികളുടെ ബുദ്ധിയാണെന്നാണ് മോദി പരോക്ഷമായി വിമർശിച്ചത്. കോൺഗ്രസിന് 99 സീറ്റ് മാത്രമാണ് കിട്ടിയത്. എന്നാൽ 100-ൽ 99 സീറ്റ് കിട്ടി എന്ന രീതിയിലാണ് ആഘോഷം. 1984 ശേഷം ഒരു തിരഞ്ഞെടുപ്പിൽ പോലും കോൺഗ്രസിന് 250 സീറ്റ് തികയ്ക്കാനായിട്ടില്ല. ബി.ജെ.പിക്കെതിരെ തുടർച്ചയായി നുണ പ്രചരിപ്പിക്കുകയായിരുന്നു പ്രതിപക്ഷം. എന്നിട്ടും അവർക്ക് പരാജയം നേരിടേണ്ടി വന്നുവെന്നും മോദി ആരോപിച്ചിരുന്നു. ഏതായാലും മോദിയുടെ ഇത്തരം ആരോപണങ്ങൾക്ക് 8ന്റെ പണി കൊടുക്കാനുള്ള തിരക്കിലാണ് കോൺഗ്രസ് ഇന്ന്.